such a sensitive religious site, isn't it? One of the flashpoints that led to the 11-day conflict. Israel's Security Minister Tamar Ben-Gvir has visited the Al-Aqsa Mosque now. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലോകത്തിലെ ഏറ്റവും പുരാതനമായ ആരാധനാ കേന്ദ്രങ്ങളിൽ പ്രാധാന്യം നിറഞ്ഞതും വിവിധ മതങ്ങളുടെ പുണ്യ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്തതുമായ ഒരു നഗരമാണ് ജെറുസലേം. ജനസംഖ്യാപരമായും വിസ്തീർണപരമായും ഇസ്രായേൽ നഗരങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന 125 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഈ നഗരത്തിലെ ജനസംഖ്യ 8 ലക്ഷത്തോളമാണ്. മെഡിറ്ററേനിയൻ കടലിനും ചാവുകടലിനും മധ്യേ ജൂദിയൻ മലനിരകളിലാണ് ജെറുസലേം സ്ഥിതി ചെയ്യുന്നത്. പുരാതന ജെറുസലേമിൽ ടെമ്പിൾ മൗണ്ടിന്റെ കിഴക്കുഭാഗത്താണ് മസ്ജിദുൽ അഖ്സ അഥവാ ബൈത്തുൽ മുഖദ്ദിസ് സ്ഥിതി ചെയ്യുന്നത്. ഇതിനു ചുറ്റുമാണ് പുതിയ ജെറുസലേം സിറ്റി പടുത്തുയർത്തിയിരിക്കുന്നത്. ജോർദാൻ വഖഫ് ബോർഡാണ് ഇപ്പോൾ മസ്ജിദുൽ അഖ്സ നിയന്ത്രിക്കുന്നത്. ജോർദാൻ, ലബനൻ, ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ ജെറുസലേമുമായി അതിർത്തി പങ്കിടുന്നു. നൂറ്റാണ്ടുകൾ പിന്നിടുന്ന സങ്കീർണതകൾ നിറഞ്ഞ ചരിത്രവുമായി ബന്ധപ്പെട്ടതിനാൽ തന്നെ ഇസ്ലാം മതത്തിലും ക്രിസ്ത്യൻ മതത്തിലും ജൂതമതത്തിലും സുപ്രധാനമായ പങ്ക് ബൈത്തുൽ മുഖദ്ദസിനുണ്ട്. ആദിമ കാലഘട്ടത്ത്, കൃത്യമായി പറഞ്ഞാൽ BC 10-ാം നൂറ്റാണ്ടിൽ ജൂതമതവിശ്വാസ പ്രകാരം സോളമൻ ചക്രവർത്തി അഥവാ സുലൈമാൻ നബി അലൈഹിസ്സലാമാണ് ഇവിടെ ആദ്യമായി ആരാധനാലയം പണികഴിപ്പിച്ചതായി വിശ്വസിക്കപ്പെടുന്നത്. എന്നാൽ ഇസ്ലാമിക വിശ്വാസപ്രകാരം ഭൂമിയിലെ ആദ്യ ആരാധനാലയമായ കഅബ നിർമ്മിച്ച് 40 വർഷങ്ങൾക്കു ശേഷം ബൈത്തുൽ മുഖദ്ദസ് നിർമ്മിച്ചു എന്നാണ്. ബാബിലോണിയക്കാരുടെ BC 556 പടയോട്ടത്തിൽ പിന്നീട് ഈ സൗധം തകർക്കപ്പെട്ടു. പിന്നീട് പുനർനിർമ്മിച്ചെങ്കിലും രണ്ടാം നിർമ്മിതി AD 70 ജൂത കലാപത്തിൽ റോമക്കാർ തകർത്തു. പിന്നീടുള്ള ശേഷിപ്പുകളിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസ് AD 637 വർഷം ഇസ്ലാമിക ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജെറുസലേം പിടിച്ചടക്കിയ ശേഷം പുതിയ സ്ഥലം നിർണയിച്ച് മസ്ജിദുൽ അഖ്സയായി പുനർനിർമ്മിക്കുകയായിരുന്നു. ജെറുസലേം ഹറമിന്റെ തെക്കുഭാഗത്തായിരുന്നു അത്. 691 ഉമയ്യദ് ഖലീഫ അബ്ദുൽ മലിക് അഖ്സ പള്ളിക്ക് തൊട്ടടുത്തായി ഡോം ഓഫ് ദ റോക്ക് നിർമ്മിച്ചു. ഇവിടെ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിറാജ് യാത്ര ആരംഭിച്ചത് എന്ന് മുസ്ലിം ചരിത്രം. അബ്രഹാമിന്റെ മകൻ ഇസ്മായിലിനെ ബലി കൊടുക്കുവാൻ വേണ്ടി തയ്യാറായത് ഇവിടെയെന്ന് ക്രിസ്ത്യൻ വിശ്വാസം. ഒപ്പം ജൂതരുടെ വിശ്വാസത്തിലും ഈ സ്ഥലത്തിന് പ്രാധാന്യമുണ്ട്. ഡോം ഓഫ് ദ റോക്ക് നിലനിൽക്കുന്ന സ്ഥലം ടെമ്പിൾ മൗണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഇസ്രായേലിയൻ ജനങ്ങൾ ഇവിടെ ഭരിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇത് തർക്കഭൂമിയായി ഇന്നും നിലനിൽക്കുന്നു. ഖുദ്സ് പിടിച്ചെടുക്കുവാൻ വേണ്ടി 11-ാം നൂറ്റാണ്ടിനും 13-ാം നൂറ്റാണ്ടിനും ഇടയിൽ 8ഓളം കുരിശ് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. 1099 അവസാനിച്ച ആദ്യ കുരിശ് യുദ്ധത്തിൽ വിജയം വരിക്കാൻ ക്രിസ്ത്യൻ പോരാളികൾക്ക് കഴിഞ്ഞു. എങ്കിലും പിന്നീട് നടന്ന 2 യുദ്ധങ്ങളിലും കാര്യമായ നേട്ടം വരിക്കാൻ ക്രിസ്ത്യൻ പടയാളികൾക്ക് സാധിച്ചില്ല. എന്നാൽ ഇതിൽ നിന്നും ചിന്നിച്ചിതറി നിന്നിരുന്ന മുസ്ലിം സാമ്രാജ്യങ്ങൾ പുണ്യഭൂമി സംരക്ഷിക്കുവാൻ വേണ്ടി ഒറ്റക്കെട്ടായി മാറി. 1787 ഹാത്തും യുദ്ധത്തിൽ സലാഹുദ്ദീൻ അയ്യൂബി വളരെ സുപ്രധാനമായ വിജയം കൈവരിക്കുക വഴി ദീർഘകാലത്തേക്ക് ആ പുണ്യഗേഹം മുസ്ലിങ്ങളുടെ കൈകളിലായി. പിന്നീടുള്ള നൂറ്റാണ്ടുകളിൽ മംലൂക്കുകളുടെ സുശക്തമായ ഭരണവും സൈന്യവും ഈജിപ്തും ഈ പ്രദേശങ്ങളും 15-ാം നൂറ്റാണ്ട് വരെ നിലനിർത്തി. ഓട്ടോമൻ സാമ്രാജ്യവും മംലൂക്കുകളുമാണ് ഇവിടെ ഇന്ന് കാണുന്ന പല നിർമ്മിതികളും മിനുക്കുപണികളും നടത്തിയത്. 1955 ജോർദാൻ സർക്കാർ ഡോം ഓഫ് ദ റോക്ക് പുതുക്കി പണിതു. പിന്നീട് 1998 ജോർദാൻ ഹുസൈൻ രാജാവാണ് $80 കോടി മുടക്കി ഇന്ന് ഈ പ്രതീകമായി നിൽക്കുന്ന ആ സുവർണ ഗോപുരം ഈ രൂപത്തിലാക്കിയത്. എന്നാൽ ഇന്ന് കാണുന്ന പ്രശ്നങ്ങൾക്കുള്ള കാരണങ്ങൾ ആരംഭിക്കുന്നത് 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ്. 1-ാം ലോക മഹായുദ്ധശേഷം ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിൽ വന്ന ജെറുസലേമിൽ ജൂത കുടിയേറ്റം ആരംഭിക്കുന്നു. ഒപ്പം പാലസ്തീനിയൻ ദേശീയതയുടെ മുഖമുദ്രയായ മസ്ജിദുൽ അഖ്സ അവരിൽ നിന്നും നഷ്ടപ്പെടുമെന്ന തോന്നലുളവാകുന്നു. 1947 UN 181-ാം പ്രമേയം അംഗീകരിച്ചു. പലസ്തീനെ അറബ് ജൂത രാജ്യങ്ങളായി വിഭജിച്ച് 55% ഭൂമി ജൂതന്മാർക്ക് കൈമാറി. അറബികൾക്ക് 45%. അതേസമയം ജെറൂസലേമിനെ ഒരു പ്രത്യേക അന്താരാഷ്ട്ര പ്രദേശമായി പ്രഖ്യാപിച്ചു. 1948 അറബ് ഇസ്രായേലി യുദ്ധത്തിൽ അൽ-അഖ്സ പ്രദേശം ജോർദാൻ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. പക്ഷേ 1967 6 ദിന യുദ്ധത്തിൽ ഇസ്രായേൽ മസ്ജിദുൽ അഖ്സ ഉൾപ്പെടെ അവരുടെ അധീനതയിൽ വരുത്തുന്നു. ഇന്നും ജോർദാനിയൻ വഖഫ് ബോർഡാണ് മസ്ജിദുൽ അഖ്സ പരിപാലിക്കുന്നത്. സന്ദർശനം അനുവദിക്കുമെങ്കിലും
യാത്രകൾ സാഹസികത നിറഞ്ഞതാവും. പലപ്പോഴും പുണ്യദിനങ്ങളിൽ ഇസ്രായേൽ സൈന്യം മസ്ജിദുൽ അക്സയിലെ വിശ്വാസികളെ ആക്രമിക്കാറുണ്ട്. അത്തരത്തിലുള്ള പല വീഡിയോകളും നമ്മൾ കണ്ടവരുമാണ്. അക്സയുടെ പിടിച്ചടക്കലും വിമോചനവും കടന്നുകയറ്റവും ദുരിതപ്പെയ്ത്തായി പെയ്തിറങ്ങിയത് ഫലസ്തീനിയൻ ജനങ്ങളുടെ ജീവിതത്തിലേക്കായിരുന്നു. ഫലസ്തീൻ ഇന്ന് ലോക ഭൂപടത്തിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റപ്പെട്ട സ്ഥിതിയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ മസ്ജിദുൽ അക്സ ഫലസ്തീനിയൻ ദേശീയതയുടെ, ഫലസ്തീനിയൻ ചെറുത്തുനിൽപ്പിന്റെ ചരിത്രത്തിന്റെ അടയാളമായിരുന്നു. പലപ്പോഴും ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷങ്ങളിൽ മുഖ്യബിന്ദു മസ്ജിദുൽ അക്സയാണ്. അനേകം ചരിത്രങ്ങൾ ഉറങ്ങുന്ന ആ പുണ്യഗേഹം ഇന്ന് കേഴുകയാണ്. ചുറ്റും സംഘർഷങ്ങളും സ്ഫോടനങ്ങളും ആക്രമണങ്ങളും നിറയുമ്പോഴും വരാനിരിക്കുന്ന തലമുറകളെ ചരിത്രം ഓർമ്മിപ്പിക്കാൻ ജെറുസലേമിന്റെ ഹൃദയഭാഗത്ത് അൽ അക്സ അവശേഷിക്കുന്നു, പ്രതീക്ഷയുടെ വെളിച്ചം പകർന്നുകൊണ്ട്. നമുക്കാവും വിധം നമുക്ക് ഓരോരുത്തർക്കും കൈകോർക്കാം മസ്ജിദുൽ അക്സയുടെ നിലനിൽപ്പിനു വേണ്ടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.